السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. فاللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا إلهنا شأننا كله فلا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, സൂറത്തു അൽ ഫലഖും സൂറത്തു അന്നാസുമാണ് നമുക്കിനി പഠിക്കാൻ ബാക്കിയുള്ളത്. ആദ്യമായി സൂറത്തുൽ ഫലഖ് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഇതാണ് സൂറത്തു അൽ ഫലഖ്. നമുക്കറിയാം, സൂറത്തുൽ ഫലഖ് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ഇതുമായി ബന്ധപ്പെട്ട ചെറിയ ചർച്ച നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും നമുക്ക് ഖുർആനും സുന്നത്തിലെടുത്ത് നോക്കിയാൽ ഇതിനൊരു പേര് വിളിച്ചതായി കാണാം, മുഅവ്വിദതൈൻ. അള്ളാഹുവിനോട് കാവൽ തേടാൻ വേണ്ടി നാം പാരായണം ചെയ്യുന്ന സൂറത്തുകളാണ് ഈ സൂറത്ത്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ കാണാം, كان رسول الله صلى الله عليه وسلم إذا أوى إلى فراشه نفث في كفيه بقل هو الله أحد وبالمعوذتين جميعا. കഴിഞ്ഞ ദർസിൽ പറഞ്ഞ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടുന്ന് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് ആ കൈകളിലേക്ക് ഊതിയതിനു ശേഷം സൂറത്തുൽ ഫലഖും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും പാരായണം ചെയ്യുമായിരുന്നു. എന്നിട്ട് ശരീരം മുഴുവനും തടവുമായിരുന്നു. അപ്പോൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞു, പിന്നീട് എന്താണ് പറഞ്ഞത്? ബിൽ മുഅവ്വിദതൈൻ, രണ്ട് കാവൽ തേടാൻ ഉപയോഗിക്കുന്ന രണ്ട് സൂറത്തുകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, كان رسول الله صلى الله عليه وسلم يتعوذ من الجان وعين الإنسان حتى نزلت المتعوذتان فلما نزلتا أخذ بهما وترك ما سواهما. ഇമാം തിർമിദിയും അതുപോലെ ഇബ്നു മാജ, നസായി റഹിമഹുമുല്ലാ അവരൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിൽ നിന്നും അതുപോലെ തന്നെ പിശാചുക്കൾ, ജിന്നുകളിൽ നിന്നും ഒക്കെ കാവൽ തേടുമായിരുന്നു. പിന്നീട് ഈ സൂറത്തുകൾ സൂറത്തു അൽ ഫലഖും സൂറത്തു നാസും, അതാണ് മുഅവ്വിദതാൻ, കാവൽ തേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ രണ്ട് സൂറത്തുകൾ അവതരിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് സ്ഥിരമായി ഈ സൂറത്തായിരുന്നു പാരായണം ചെയ്യാറുണ്ടായിരുന്നത് എന്ന് ഈ ഹദീസിൽ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, മുഅവ്വിദതാൻ എന്നാണ് ഈ രണ്ട് സൂറത്തുകൾ അറിയപ്പെട്ടത്. മുഅവ്വിദതാൻ എന്നാണ് ഈ രണ്ട് സൂറത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അതുപോലെ തന്നെ ഈ സൂറത്തുകൾ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും വല്ല രോഗവും ബാധിച്ചാൽ നമുക്ക് പാരായണം ചെയ്യാവുന്ന സൂറത്താകുന്നു. സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, كان رسول الله صلى الله عليه وسلم إذا مرض أحد من أهله نفث عليه بالمعوذات. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കുടുംബത്തിന് ആർക്കെങ്കിലും പ്രയാസം വന്നാൽ, രോഗം വന്നാൽ ഈ സൂറത്തുകൾ കൊണ്ട്, സൂറത്തുൽ ഇഖ്ലാസും ഫലഖും നാസും കൊണ്ട് പാരായണം ചെയ്തു കൊടുക്കുമായിരുന്നു. فلما مرض مرضه الذي مات فيه جعلت أنفث عليه وأمسحه بيدي نفسي. അങ്ങനെ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങേറ്റം പ്രയാസമുണ്ടായപ്പോൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്,
ഞാൻ എൻ്റെ കയ്യിൽ ഊതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും പാരായണം ചെയ്യുമായിരുന്നു ഈ സൂറത്തുകൾ. ഫലമ്മ മരിദ മറദഹു الذي مات فيه جعلت أنفس عليه وأمسه بيد نفسه لأنها كانت أعظم بركة من الله عفوا لأنها كانت أعظم بركة من يدي. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പാരായണം ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിലേക്ക് ഊതി കൊടുക്കുമായിരുന്നു എന്നതാണ് ഹദീസ്. അപ്പോൾ ഈ സൂറത്തുകൾ എന്താണ്? അത് റുഖിയ ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസ്. നമ്മൾ പറഞ്ഞു ഉറങ്ങാൻ കിടക്കുമ്പോഴും അതുപോലുള്ള അദ്കാറുകളിലും അതുപോലെ തന്നെ രോഗം ബാധിച്ചാലും ഒക്കെ ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുമായിരുന്നു. ഈ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞ ഹദീസ്, സഹീഹ് ബുഖാരിയിലെ ഹദീസ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന് ചോദിച്ചു ദർസിന് ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടത്, കയ്യിൽ ഊതിയതിന് ശേഷമാണോ പാരായണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പാരായണം ചെയ്തതിന് ശേഷമാണോ ഊതേണ്ടത് എന്ന വിഷയത്തിൽ ഈ ഹദീസിൽ വന്ന ലഫ്ള് എന്താണ്? ആദ്യം കൈകൾ ഉയർത്തുക, പിന്നീട് കയ്യിൽ ഊതുക, ചെറിയ ഉമനീര് പാറ്റിക്കൊണ്ട് ഊതുക, എന്നിട്ടാണ് പാരായണം ചെയ്യേണ്ടത്. എന്നിട്ട് ഇരു കൈകളും ശരീരത്തേക്ക് തടവുകയാണ്. അപ്പോൾ എന്താണ് കിട്ടുക? നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ റുഖ്യ ചെയ്യുന്നത് ആ ഒരു ഉമനീരിലേക്കും കൂടിയാണ് റുഖ്യ ചെയ്യുന്നത്. അത് മുഴുവൻ നമ്മുടെ ശരീരത്തിലേക്ക് തടവുകയാണ്. അങ്ങനെയാണ് നമ്മൾ പാരായണം ചെയ്ത് ശരീരത്തിലേക്ക് ഊതേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയൊരു വളരെ വലിയൊരു പദവിയാണ്, ഒരു ഫദ്ലാണ് ഈ സൂറത്തുകൾ. അൽ മുഅവ്വിദതാൻ കറാമത്തുൻ മിനല്ലാഹി ലിഹാദിൽ ഉമ്മ. തൗറാത്തിലോ ഇൻജീലിലോ അതുപോലെ തന്നെ സബൂറിലോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സൂറത്താണ് ഈ റുഖ്യ ചെയ്യാനുള്ള ഈ സൂറത്തുകൾ, സൂറത്തു അൽ ഫലഖും സൂറത്തുൻ നാസും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അലം തറ ആയാത്തിൻ ഉൻസിലത്തിൽ ലൈല ലം യുറ മിസ്ലഹുന്ന ഖത്ത്. ഇന്ന് രാത്രി എനിക്ക് ഇറങ്ങിയ ആയത്തുകൾ മുമ്പ് ഇതുപോലൊരു ആയത്തും എനിക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഏതാണ് ആയത്തുകൾ? അത് സൂറത്തുൽ ഫലഖും സൂറത്തു അൻ-നാസുമാണ്. ഈ രണ്ട് സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലൊരു സൂറത്ത് എനിക്ക് ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറയുകയുണ്ടായി, തഅവ്വദ് ബിഹിമാ ഫമാ തഅവ്വദ മുതഅബ്ബിദുൻ ബിമിസ്ലിഹിമാ. ഈ രണ്ട് സൂറത്ത് കൊണ്ട് നീ അല്ലാഹുവിനോട് കാവൽ തേടുക. കാരണം ആരും തന്നെ ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് കാവൽ തേടിയതുപോലെ മറ്റൊരു സൂറത്തും അല്ലെങ്കിൽ മറ്റൊരു കാര്യവും അവന് ലഭിക്കാനില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട റുഖ്യക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളാണ്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തു അന്നാസും സൂറത്തുൽ ഫലഖും പാരായണം ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ സൂറത്തുകൾക്ക് അത്രയും വലിയ പ്രാധാന്യം? അത് നമുക്ക് മനസ്സിലാകും. ഈ സൂറത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നതോടുകൂടി ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അദ്ദേഹം പറയുകയാണ്, ലഖീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ഉഖബത്ത് ഇബ്നു ആമിർ സിൽ മൻ ഖതഅക വഅഅതി മൻ ഹറമക വഅഫു അമ്മൻ ളലമക. ഓ ഉഖബ, നിന്നോട് കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകളോട് നീ കുടുംബബന്ധം പുലർത്തുക. വഅഅതി മൻ ഹറമക, നിനക്ക് തരില്ല എന്ന് നിന്നിൽ നിന്ന് നിഷേധിച്ച നിനക്ക് തടയുന്ന ആളുകൾക്ക് നീ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. വഅഫു അമ്മൻ ളലമക, വഅഫു അമ്മൻ ളലമക, നിന്നെ ആക്രമിച്ച ആളുകൾ, നിന്നെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾക്ക് നീ വിട്ടുവീഴ്ച നൽകുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അതിനുശേഷം ഖാല സുമ്മ അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം വീണ്ടും ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോയി. ഫഖാല ലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തോട് വീണ്ടും പറയുകയാണ്, യാ ഉഖബത്ത് ഇബ്നു ആമിർ അംലിക് ലിസാനക വബ്കി അലാ ഖതീഅതിക വലിയസഅക ബൈതുക. നീ നിന്റെ നാവ് നീ പിടിച്ചു വെക്കുക, നിന്റെ പാപങ്ങളെ ഓർത്തുകൊണ്ട് നീ കരയുക. വലിയസഅക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമാകട്ടെ. ഇപ്പോൾ ഫിത്നയുടെ കാലഘട്ടത്തിൽ പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിലും അതുപോലെയുള്ള മിണ്ടാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുക. ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഹാദാ സമനു സുകൂത് വലുസൂമുൽ ബുയൂത് വറിദാ ബിൽ ഖൂത് ഇലാ അൻ തമൂത്. ഈ ഒരു കാലം മിണ്ടാതിരിക്കേണ്ട കാലമാണ്. പ്രത്യേകിച്ചും ഫിത്ന നിറഞ്ഞ കാലം. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ട കാലമാണ് എന്ന് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് താബിഈ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് നാം ചിന്തിച്ചു നോക്കണം. അപ്പോൾ ഈ ഒരു ഉപദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം
വീണ്ടും ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയപ്പോൾ അവിടുന്ന് പറയുകയാണ് ഫഖാല ലി യാ ഉഖബത്ത് ഇബ്നു ആമിർ അലാ ഉഅല്ലിമക സൂറത്തൻ മാ ഉൻസിലത് ഫി തൗറാത്തി വലാ ഫി സബൂരി വലാ ഫി ഇൻജീലി വലാ ഫിൽ ഖുർആനി മിസ്ലഹുൻ. ഖുർആനിലോ അതുപോലെ തന്നെ ഇൻജീലിലോ സബൂറിലോ തൗറാത്തിലോ ഇതുപോലെ സൂറത്തുകൾ അവതരിക്കാത്ത ഒരു കാര്യം പറഞ്ഞു തരട്ടെ, സൂറത്തുകൾ പറഞ്ഞു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. ലാ യഅ്തിന അലൈക ലൈലത്തുൻ, ഒരു രാത്രി നിനക്ക് വരാൻ പാടില്ല ഇല്ലാ ഖറഅതഹുന്ന ഫീഹാ, ആ രാത്രി നീ ഇത് പാരായണം ചെയ്തിട്ടില്ലാതെ. ഏതൊക്കെയാണ് സൂറത്തുകൾ? സൂറത്തുൽ ഫലഖും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തു അന്നാസും. ഇതിനുശേഷം ഈ സഹാബി പറയുകയാണ്, ഉഖബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ അതത അലയ്യ ലൈലത്തുൻ ഇല്ലാ ഖറഅതുഹുന്ന ഫീഹാ, ഒരു രാത്രിയും അതിനുശേഷം എനിക്ക് വന്നിട്ടില്ല അത് ഞാൻ പാരായണം ചെയ്തിട്ടില്ലാതെ. വഹഖ്ഖലി അല്ലാ അദഅഹൻ വഖദ് അമറനി ബിഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലും ഞാൻ വിടുകയില്ല, കാരണം ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ കൽപ്പിച്ച കാര്യമാണ് എന്നൊരു കാര്യം ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. കാരണം ഇത്രയും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അങ്ങേയറ്റം പ്രയോജനം ഉണ്ടാകണം, ഏറ്റവും നല്ല രൂപത്തിലാകണം എന്ന് ആഗ്രഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഏത് രൂപത്തിൽ നാം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള കർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് സൂറത്തു അൽ ഫലഖിന്റെയും സൂറത്തു നാസിന്റെയും ഫദ്ല്. ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞ ഒരു ഹദീസ് എന്താണ്, ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് നമ്മൾ പറഞ്ഞു, ഈ രാത്രിയിൽ ഇതുപോലുള്ള സൂറത്ത് അവതരിച്ചിട്ടില്ല എന്ന ഹദീസാണ്. ഈ സൂറത്ത് എന്താണ്, മദനിയായ സൂറത്താണ് എന്നതാണ് ശരിയായ അഭിപ്രായം. മദനിയായ സൂറത്താണ് ഈ സൂറത്തു അൽ ഫലഖ് എന്നത് ശരിയായ അഭിപ്രായം. കാരണം എന്താണ്, ഈ ഉഖബ ആമിർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹം ഹിജ്റയ്ക്ക് ശേഷമാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഹിജ്റയ്ക്ക് ശേഷമാണ് ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു കാരണം കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്ത് ഇറങ്ങാനുള്ള മറ്റൊരു കാരണം കൂടി മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ച ഹദീസ്. ആ ഹദീസിൽ കാണാം വിശ്വാസത്തിന് പ്രയാസമുണ്ടായി, ഫഅതാഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, ഫനസല അലൈഹി ബിൽ മുഅവ്വിദതൈൻ, അപ്പോൾ ഈ രണ്ട് സൂറത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തു. ഖാല ഇന്ന റജുലൻ മിനൽ യഹൂദി സഹറക, ജൂതന്മാരിൽപ്പെട്ട യഹൂദികളിൽപ്പെട്ട ഒരാൾ താങ്കളെ സിഹർ ചെയ്തിട്ടുണ്ട്. ഫസിഹർ ഫീ ബിഇരി ഫുലാൻ, ഇന്നെ കിണറ്റിലാണ് ഇങ്ങനെ ചെയ്തത്. ഫഅർസല അലിയൻ ഫജാഅ ബിഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു അയച്ചുകൊണ്ട് അത് പുറത്ത് എടുപ്പിച്ചു. അങ്ങനെ ഫഅമറഹു അൻ യഹല്ലൽ ഉഖദ് വതുഖറ ആയതൻ ഫജഅല യഖറ വയഹല്ലു ഹത്താ ഖാമ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നമാ ഉൻശിത മിൻ ഇഖാൽ. അങ്ങനെ അവസാനം ഈ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് അതിൽ ഓരോ കെട്ടുകളും അയച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായ ശിഫ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതും ഈ സൂറത്തിന്റെ സബബ് നുസൂൽ ആയിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൂറത്തു അൽ ഫലഖിന്റെ അതുപോലെ തന്നെ സൂറത്തു അന്നാസിന്റെ സൂറത്ത് ഇറങ്ങാനുള്ള കാരണങ്ങൾ. എന്താണ് ഈ സൂറത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ ആയത്ത്, ഖുൽ, ഓ നബിയെ പറയുക, അഊദു ബിറബ്ബി അൽ ഫലഖ്, ഫലഖിന്റെ റബ്ബായ അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. ഫലഖിന്റെ റബ്ബായ അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. ഇവിടെ ആദ്യത്തെ ആയത്തിൽ നമുക്കറിയാം, നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഓ നബിയെ പറയുക എന്നൊരു കാര്യം കൂടി നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഈ വിഷയത്തിൽ ഒരിക്കൽ താബിഈ പണ്ഡിതനായ സിർ ഇബ്നു ഹുബൈഷ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾ ഈ ഖുൽ എന്ന് പറയുന്നത്, ഓ നബിയെ പറയുക, അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് മാത്രം പറഞ്ഞാൽ പോരെ എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സഹാബിയോട് ചോദിക്കുക. അപ്പോൾ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ ഇതേ ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്, അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖീല ലീ ഫഖുൽതു, ഇതെന്നോട് പറയപ്പെട്ടു, ഇങ്ങനെ പറയണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. സഹോദരങ്ങളെ, വലിയ പാഠമുള്ള ഒരു ഹദീസാണ് ഈ ഒരു കാര്യം. അല്ലാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അല്ലാഹു പറഞ്ഞതുപോലെ, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അല്ലാഹു അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നീട് നമുക്കൊരു ഓപ്ഷൻ ഇല്ല, വേറൊരു കാര്യം സെലക്ട് ചെയ്യാൻ, അത് നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നൊരു ഓപ്ഷൻ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു എന്നൊരു കാര്യം, അതായിരിക്കും നമ്മുടെ അവസാനത്തെ തീരുമാനം. ഖുർആനും സുന്നത്തും എന്തുണ്ടോ അതിനപ്പുറത്ത് എനിക്ക് കടക്കാൻ എനിക്ക് പറ്റൂല, ആ ഒരു തീരുമാനത്തിലേക്ക് നാം ഏവരും എത്തണം. അള്ളാഹുവും അവന്റെ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ പറഞ്ഞു നിർത്തിയത് അവിടെ നിർത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? കാന വഖാഫൻ ഇൻദ കിതാബില്ല. വല്ല കാര്യത്തിലും രണ്ട് അഭിപ്രായം തീരുമാനിക്കാൻ ഒരു സാഹചര്യം വന്നെത്തിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കിതാബിന്റെ അടുക്കൽ അവിടെ നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വഖാഫൻ ഇൻദ കിതാബില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അദ്ദേഹം സിദ്ദീഖ് എന്ന പേര് വന്നത്? നമുക്കറിയാം, മിഅ്റാജിന്റെ വിഷയം. ഇസ്രാ മിഅ്റാജ് നടന്നപ്പോൾ ആളുകളൊക്കെ നിഷേധിച്ച് തള്ളിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞോ, എന്നാൽ ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു എന്നായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറഞ്ഞത് അതുപോലെ നാം ചെയ്യാൻ ശ്രമിക്കണം. എന്താണ് ഈ സൂറത്തിൽ അള്ളാഹു പറയുന്ന ഈ ആയത്തിൽ? അള്ളാഹു പറയാണ്, ഖുൽ അഊദു, ഓ നബിയെ പറയുക, അഊദു, ഞാൻ കാവൽ തേടുന്നു. ആരോടാണ് കാവൽ തേടുന്നത്? ബിറബ്ബി അൽ ഫലഖ്, ഫലഖിന്റെ റബ്ബായ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. നമുക്കറിയാം ഇവിടെ എന്താണ് ഫലഖ് എന്ന് പറഞ്ഞാൽ? ഫലഖ് എന്ന് പറഞ്ഞാൽ പല നമുക്ക് തഫ്സീറുകളൊക്കെ എടുത്ത് നോക്കിയാൽ പുലരി, സുബ്ഹ് എന്നാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. ഇത് എന്താണ്? തഫ്സീറും ബിൽ മിസാൽ എന്ന് പറയും, ഒരു ഉദാഹരണം മാത്രമാണ്. ഇബ്നുൽ ഖയ്യിം ഇതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരിങ്ങൾ പറഞ്ഞതായി കാണാം, ഐ മാലിക്ഹു വൽ ഫലഖു ഇസ്മുൻ ലികുല്ലി മാ യുഫ്ലഖ് ഐ യുശഖു ഫയഖ്റുജു മിൻഹു മാ ശഖ്അൻ, ഏതൊക്കെ പൊട്ടി പിളർന്നു വരുന്നത്, അതാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ധാന്യമണികളിൽ നിന്ന് മുളപ്പിച്ച് ചെടികളും സസ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഇരുട്ടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചത്തെ കൊണ്ടുവരുന്നത് പോലെ അതിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും എന്നാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. അതിൽ ഉദാഹരണം മാത്രമാണ് സുബ്ഹ്. കഫലഖ് സുബ്ഹ് ഫയഖ്റുജു സുബ്ഹു മുശിഅൻ മുൻതശിറൻ ബാസ്തൻ നൂറഹു അൽ വസീഖ. അപ്പോൾ ഇരുടിന് ശേഷം പ്രകാശം വരുന്നത് പോലെ, അതുപോലെ തന്നെ വിത്തുകളിൽ നിന്ന് സസ്യങ്ങൾ വരുന്നത് പോലെ, ഇതിന്റെ ഒക്കെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ കാവൽ തേടുകയാണ്. അതുപോലത്തെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായി കാണാം, എന്താണ്? തഫ്സീറും ബിൽ മിസാലാണ്. സുബ്ഹ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പോലെയാണ്. തഫ്സീർ ഇതും ശരിയാണ്. ഇനി ഒരാൾ പറയുകയാണ് വിത്തിൽ നിന്ന് മുളപ്പിക്കുന്ന അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുകയാണ് എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അള്ളാഹു പറയുകയാണ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബായ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. എന്തിൽ നിന്നാണ് കാവൽ തേടുന്നത്? ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റബ്ബുൽ ഫലഖ് എന്നൊരു വിശേഷണമാണ് പറഞ്ഞത്. എന്നിട്ട് പറയാൻ എന്തിൽ നിന്നാണ് കാവൽ തേടുന്നത്? മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു പടച്ചതിന്റെ ഏതിന്റെ ഒക്കെ ഷർറുണ്ടോ, അത് പടപ്പുകളിൽ ഏതിലൊക്കെ ഷർറുണ്ടോ അതിന്റെ ഒക്കെ ഷർറിൽ നിന്നും, എല്ലാവിധ ഷർറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചതിന്റെ ഷർറല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകളിലുള്ള ഷർറ്. അള്ളാഹു ഷർറ് പടക്കുകയില്ല, ഖാലിസായ ഷർറ് ഒരിക്കലും അള്ളാഹു പടക്കുകയില്ല. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇബ്ലീസ് ലഅനഹുല്ലാഹ്, ഇബ്ലീസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച്. എന്നാൽ ഇബ്ലീസ് ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. ഇബ്ലീസിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ എന്താണ്? സ്വർഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കാവൽ തേടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടുമ്പോൾ ശിർക്കിയായിട്ടുള്ള വരികളോ അതുപോലുള്ള ശിർക്കൻ വിശ്വാസത്തോടുകൂടി ഒരിക്കലും കാവൽ തേടാൻ പാടില്ല. അത് ബാത്തിലാണ്. അല്ലെ, അള്ളാഹു അല്ലാത്ത ആളുകളോട് കാവൽ തേടുക. അല്ലെ, സൂറത്തുൽ ജിന്നിൽ പറഞ്ഞതുപോലെ വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിൻ ഫസാദൂഹും റഹഖ. അവർ ഒരു മരുഭൂമിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള സാധാരണക്കാർ അവരെന്ത് ചെയ്യും? ഇവിടെയുള്ള അഊദു ബിസയ്യിദി ഹാദൽ വാദി മിനൽ ജിൻ എന്നവർ പറയും. ഇവിടെയുള്ള ഈ മരുഭൂമിയിലുള്ള നേതാക്കന്മാരായ ജിന്നിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയും. മനുഷ്യന്മാർ വരുന്ന സാഹചര്യത്തിൽ ജിന്നുകൾ അവിടെ കുറച്ച് ഭയപ്പാടിലായിരിക്കും, അതാ മനുഷ്യന്മാർ വരുന്നുണ്ട് എന്നൊരു സാഹചര്യത്തിലായിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ ജിന്നിനോട് കാവൽ തേടുമ്പോൾ ഫസാദുഹും റഹഖ, അവർക്ക് കൂടുതൽ ഈ ജിന്നുകൾ എന്ത് ചെയ്യും? കൂടുതൽ മനസ്സിലാക്കും ഈ പറഞ്ഞ ആളുകൾ മുവഹിദീങ്ങളല്ല, തൗഹീദ് ഇല്ലാത്ത ആളുകളാണ്. അങ്ങനെ കൂടുതൽ ജിന്നുകൾ പ്രയാസപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ
ഒരിക്കലും അള്ളാഹു അല്ലാത്ത ആരോടും തന്നെ കാവൽ തേടാൻ പാടില്ല. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ കാവൽ തേട്ടവും പാടില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, കാവൽ തേടുമ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോട് തേടുകയാണ് എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ മാത്രമേ ഒരാൾ കാവൽ തേടാൻ പാടുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഖ്ബലു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹ്. അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയില്ല. നമുക്ക് ചിലപ്പോൾ ഈ സൂറത്തുകളൊക്കെ നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുകയാണ് എന്നൊരു ബോധം നമ്മുടെ കൽബിൽ ഉണ്ടാവില്ല. അങ്ങനെ ആയിക്കൂടാ. മറിച്ച് നാം ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് എല്ലാവിധ ശർറിൽ നിന്നും. മക്കൾക്ക് പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ, ചെറിയ കുട്ടികൾക്ക് റുഖ്യ ചെയ്യുമ്പോൾ എല്ലാവിധ ശർറിൽ നിന്നും ഫിത്നകളിൽ നിന്നൊക്കെ എന്റെ മക്കളെ അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കണം എന്നൊരു ബോധത്തിലായിരിക്കണം നാം ചെയ്യേണ്ടത്. അതൊരു ദുആ ആണ് എന്ന ഖൽബിൽ നമുക്ക് ഉറച്ചൊരു വിശ്വാസം വേണം. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അദ്ദാഉദ്ദവാ എന്ന കിതാബിൽ പറഞ്ഞത്, അദ്ദുആഉ ദവാഉൻ നാഫിഉൻ മുസീലുൻ ലിദ്ദുആ ലാകിൻ ഗഫ്ലത്തുൽ ഖൽബി അനില്ലാഹി തുദ്ഇഫു ഖുവ്വതഹു. പ്രാർത്ഥന എന്നുള്ളത് ശരിയായൊരു ശമനമാണ്. എന്നാൽ ഹൃദയത്തിന്റെ അസാന്നിധ്യത അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അശ്രദ്ധ ഇതെന്താണ്? നമ്മുടെ തുദ്ഇഫു ഖുവ്വതഹു, അവന്റെ ഖുവ്വത്ത് ഇല്ലാതാക്കും. ആ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കുറയുക തന്നെ ചെയ്യും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. എന്നാൽ നാം ഏത് രൂപത്തിലാണ് അള്ളാഹുവിനോട് കാവൽ തേടേണ്ടത്? അതാണ് ഇസ്തിആദതു അൽ മുഹ്സിനീൻ. ഇഹ്സാനോടുകൂടിയായിരിക്കണം അള്ളാഹുവിനോട് കാവൽ തേടേണ്ടത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഏതിൽ നിന്നാണോ കാവൽ തേടിയത്, എന്താണോ അള്ളാഹുവിനോട് ചോദിച്ചത്, ആ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഈ ഒരു വലിയൊരു ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹദീസുൽ വാലി, അതായത് അള്ളാഹുവിലേക്ക് അങ്ങേറ്റം അടുത്തൊരാളുടെ ഹദീസ്, മൻ ആദാ ലി വലിയൻ എന്ന് പറഞ്ഞൊരു ഹദീസ്. അതിന്റെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്, വലഇൻ സഅലനി, അവൻ എന്നോട് ചോദിച്ചാൽ ലഉഅതിയന്ന. കാരണം എന്താണ്? അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച രൂപത്തിൽ അവൻ ജീവിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രൂപത്തിൽ നടക്കുകയാണ്, അവൻ കേൾക്കുകയാണ്, ഹലാലായത് കേൾക്കുകയാണ്, ഇബാദത്തിൽ മുഴുകി ജീവിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു അടിമയുടെ സാഹചര്യമെങ്കിൽ അള്ളാഹു പറയുകയാണ്, വലഇൻ സഅലനി ലഉഅതിയന്ന, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദ ബി ലഉഈദന്ന, അവൻ എന്നോട് കാവൽ തേടിയാൽ ഞാൻ അവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, എല്ലാവിധ ശർറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കാവൽ തേടാൻ വേണ്ടി നമ്മെ കൽപ്പിക്കുകയാണ്. എല്ലാവിധ ശർറിൽ നിന്നും, ഇത് ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ, അല്ലെങ്കിൽ അതാണ് ആദ്യം മൊത്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുകയാണ്, ഫലാ യഖ്റുജു മിൻഹാ ശർറുൻ മിനൽ ശുറൂർ ഫയതസ്തമി ശർറുൽ ഇൻസ് വശർറു സയ്യിആത്തിൽ അഅമാൽ വശർരി ശൈത്താൻ വശർരി സഹറത്തിൽ ഹസദ അൽബുഗാത്ത് വശുറൂരി കുല്ലി ദാബ്ബ ബൽ മാ ഫിൽ കൗനി കുല്ലിഹി മിൻ ശുറൂർ. ദുനിയാവിൽ ഏതൊരു വിധ ശർറുണ്ടോ, സാഹിര്യങ്ങളുടെ ശർറാകട്ടെ ശൈത്താന്റെ ശർറാകട്ടെ, നാം ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ശർറ് അല്ലേ, നാം ഒരു കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ ചിലപ്പോൾ തിന്മകൾ ചെയ്താൽ അതിനും ശർറുകൾ ഉണ്ടാവും. അതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്, നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന, നമ്മുടെ നഫ്സിന്റെ ശർറിൽ നിന്നും. നമ്മുടെ നഫ്സിനും ശർറുണ്ടാവും. വസയ്യിആതി അഅമാലിന, ചിലപ്പോൾ നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങൾക്കും അതിനും ശർറുണ്ടാവും. അതായത് ചിലപ്പോൾ ഹറാമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതിന് ചില ഫലങ്ങൾ ഉണ്ടാവും, അത് പിന്നീടായിരിക്കും വരാം. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്താണ് അള്ളാഹുവിനോട് നാം കാവൽ തേടുകയാണ്. അതാണ് അള്ളാഹു പഠിച്ചതിന്റെ ഒക്കെ ശർറിൽ നിന്നും. അപ്പൊ മാ എന്ന് പറഞ്ഞാൽ ഉമൂമിനെ അറിയിക്കും, ഉമൂം എന്ന് പറഞ്ഞാൽ എല്ലാവിധ എന്ന് അറിയിക്കും. മാ എന്ന അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. ഒരു വാക്കിന് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാവും. അതിൽ പെട്ടെന്ന് മാ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ വേണ്ടി, ഇപ്പൊ മാ ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയിട്ടില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മാ ദഹബ എന്ന് പറഞ്ഞാൽ പോയവനായ എന്നൊരർത്ഥം കൂടിയും കിട്ടും. ഇപ്പൊ ഒരു മാ എന്നൊരു വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങൾ ലഭിക്കും. ഇവിടെ എന്താണ് അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച എല്ലാവിധ ശർറുകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. അടുത്ത ആയത്തിൽ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. ഗാസിഖ് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ശർറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ തേടുക. ഇദാ വഖബ, അത് മൂടിയാൽ. ഇപ്പോൾ രാത്രി വന്നാൽ അതിന്റെ ശർറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കാവൽ തേടാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. നമുക്കറിയാം രാത്രികളിൽ പലവിധ ശർറുകളുമുണ്ട്.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് കുഫു സിബ്യാനകും ഹത്താ തദ്ഹബ ഫഹ്മത്തുൽ ഇശാ സഅഅൻ തഹബ്ബു ശൈത്താൻ. രാത്രിയുടെ പ്രധാന ഭാഗം പിശാചുക്കളൊക്കെ അരക്കുന്ന ആ ഒരു സമയമുണ്ട്, അതായത് മഗ്‌രിബിന് ശേഷമുള്ള സമയം. ആ ഒരു സമയത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വീട്ടിലാക്കുക. കാരണം എന്താണ്? പിശാചുക്കൾ അങ്ങനെ വ്യാപൃതമാകുന്ന, അങ്ങനെ ദുനിയാവിൽ അങ്ങനെ പറക്കുന്ന സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ലൗ യഅലമു الناس ما في الوحدة ما سار راكب وحده بليل أبدا. ഒറ്റയ്ക്ക് രാത്രിയിൽ യാത്ര ചെയ്യുന്നതിന്റെ ഷർ ഒരാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആരും തന്നെ രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമായിരുന്നില്ല. അപ്പോൾ രാത്രിയുടെ വിഷയം പറയുകയാണ്. രാത്രിയിൽ ചില ഷറുകൾ, ചില ഉപദ്രവിക്കുന്ന ജീവികൾ ഉണ്ടാവും, അല്ലെങ്കിൽ തന്നെ ദുനിയാവിൽ അധികമായ അസ്തിയത്തുകളും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വ്യഭിചാരം പോലുള്ള അതുപോലുള്ള തിന്മകളൊക്കെ വ്യാപിക്കുന്ന സമയം. അപ്പോൾ രാത്രിയിൽ ഉണ്ടാകുന്ന എല്ലാവിധ ഷർറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടുകയാണ്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. എല്ലാവിധ ഷർറിൽ നിന്നും ചോദിച്ചു. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. രാത്രിയിൽ നിന്നുണ്ടാകുന്ന ഷർറിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻ ശർരി അന്നഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതി മന്ത്രിക്കുന്ന ആളുകളുടെ, സാഹിര്യങ്ങളുടെ ഷർറിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. നമുക്കറിയാം സിഹർ എന്നുള്ളത് എന്താണ്? ഫലിക്കുന്നതാണ്. സിഹർ ഫലിക്കുന്നതാണ്. ആ സിഹറിന്റെ ഷർറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടുകയാണ്. ഇവിടെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം സ്ത്രീകളായ ധാരാളം സിഹർ ചെയ്യുന്ന സ്ത്രീകളാണെന്നും എല്ലാം മറ്റേത് പുരുഷന്മാരും ഉൾപ്പെടും എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഇവിടെ മുഫസ്സിരിങ്ങൾ പറയുകയാണ് സ്ത്രീകളുടെ ഉദ്ദേശം. കാരണം കൂടുതലായും സിഹറിൽ ഉണ്ടാകുന്ന സ്ത്രീകളാണ്. മാരണം ചെയ്യുന്നത്, കൂടോത്രങ്ങൾ ചെയ്യുന്നത് ധാരാളമായും സ്ത്രീകളാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ നിന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള മൊത്തം ആളുകളുടെയും സാഹിര്യങ്ങളുടെയും സാഹിറാത്തുകളുടെയും ഒക്കെ ഷർറിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നാം കാവൽ തേടുകയാണ്. അപ്പോൾ എല്ലാവിധ ഷർറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഈ സൂറത്തിലൂടെ നാം കാവൽ തേടുകയാണ്. നമുക്കറിയാം ഈ സൂറത്തുൽ ഫലഖിൽ എടുത്തു നോക്കിയാൽ രാത്രിയുടെ ഷർറ് പറയുന്നുണ്ട്, സിഹറിന്റെ ഷർറ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അസൂയയുടെ ഷർറ് പറയുന്നുണ്ട്, മുഴുവൻ ഷറുകൾ പറയുന്നുണ്ട്. എന്നാൽ അടുത്ത സൂറത്ത് എടുത്തു നോക്കിയാൽ അടുത്ത സൂറത്ത് ഷൈത്താന്റെ ഷർറിൽ നിന്ന് മാത്രമാണ്. അതാണ് അടുത്ത സൂറത്തിൽ പറയുന്നത്, സൂറത്തുൻ നാസിൽ. എന്നാൽ ആ ഷൈത്താന്റെ ഷർറ് വളരെ പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട ഷർറായത് കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വ്യത്യസ്ത ഇസ്മുകൾ വെച്ചിട്ട് ആദ്യം തന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ് എന്നൊക്കെ ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് വസീല അടുപ്പിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള പിശാചിന്റെ ഷർറിൽ എന്ന് പറയുന്നത്. എന്നാൽ ഈ സൂറത്തിൽ അള്ളാഹുവിനെ റബ്ബുൽ ഫലഖ് എന്ന് പറഞ്ഞതിന് ശേഷം നേരിട്ട് എന്ത് ചെയ്യാണ്? ഈ വ്യത്യസ്ത ഷർറുകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. അപ്പോൾ മിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, സാഹിര്യങ്ങളായ സാഹിറാത്തുകളായ അവരുടെ ഷർറ്, കെട്ടുകൾ ഊതി മന്ത്രിക്കുന്ന സാഹിര്യങ്ങളുടെ ഷർറിൽ നിന്നും അവർ കൂടുതലായും ആ രൂപത്തിലാണ് സിഹർ ചെയ്യുക. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. സിഹറിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിതാബ് തൗഹീദിൽ വിശദീകരിച്ച് പഠിക്കും. അത് ഒരു മജ്ലിസ് കൊണ്ടൊന്നും പഠിക്കാൻ പറ്റുന്ന വിഷയമല്ല. അത്രയും വിശാലമായിട്ടുണ്ട് സിഹറിന്റെ വ്യത്യസ്ത ഇനങ്ങൾ, സിഹർ ചെയ്താലുള്ള അതിന്റെ വിധിയും, സിഹറിന് ബാധിച്ച ഏത് രൂപത്തിൽ ചെയ്യണം ഒക്കെ ഇൻഷാ അല്ലാഹ് കിതാബ് തൗഹീദിൽ വിശദീകരിച്ച് പഠിക്കും. അതുപോലെ തന്നെ അടുത്ത ആയത്താണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരുടെ ഷർറിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടാണ്. അപ്പൊ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകും അസൂയ എന്ത് ചെയ്യും? അതിനൊരു അസറുണ്ട്. അസൂയ ഒരാളുടെ മനസ്സിലുണ്ടായാൽ അത് വെറുതെ ആ മനസ്സിൽ മാത്രമല്ല, അത് ചിലപ്പോൾ ബാധിക്കും, മറ്റുള്ള ആളുകളെ അസൂയ ബാധിക്കും. എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുകയാണ്, അസൂയ എന്ന് പറഞ്ഞാൽ തമന്നി സവാലിൻ നിഅമത്തി അൽ ഗൈർ, മറ്റുള്ള ആളുകളിൽ ഉണ്ടായ അനുഗ്രഹം അത് അവരിൽ നിന്ന് ഇല്ലാതാകണം എന്നൊരു മനസ്സിലുണ്ടാകുന്ന തോന്നൽ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, അതിനോടുള്ളൊരു വെറുപ്പ്, കൽബിൽ തോന്നൽ, അതാണ് അസൂയ എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു തമന്നി ദവാമൽ ബലാ, ഒരാൾക്ക് എപ്പോഴും പ്രയാസമുണ്ടാകണം എന്ന് നമ്മളെ കൽബിൽ ഉണ്ടാകുന്ന തോന്നൽ, അതാണ് അസൂയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ഹദീസുകൾ പറഞ്ഞതായി കാണാം, ലാ തഹാസദു, നിങ്ങൾ എന്ത് ചെയ്യരുത്? പരസ്പരം അസൂയ വെക്കരുത്.
അസൂയയുടെ ഗൗരവം എന്താണ്? ഇയ്യാക്കും വൽ ഹസദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക. ഫഇന്നൽ ഹസദ യഅകുൽ ഹസനാത് കമാ തഅകുലു നാറുൽ ഹതബ്. തീ വിറകുകളെ കരിച്ചു കളയുന്നത് പോലെ പ്രകാരം അസൂയ നന്മകളെ ഇല്ലാതാക്കി കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ അസൂയ ഇതിന്റെ ഷർറിൽ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കുക. അസൂയ നമ്മുടെ നഫ്സിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മാ ഖലാ ജസ്ദും മിൻ ഹസദ് വൽ കരീമു യുഖ്ഫി വൽ ലഈമു യുദ്ഹിറു. ഏതൊരു ശരീരത്തിനും അസൂയ ഉണ്ടാവും, ചിലപ്പോൾ തോന്നൽ വന്നേക്കാം. എന്നാൽ കരീം നല്ല ആളെന്തെയും അത് മറച്ചു വെക്കും, അതിൽ ഇല്ലാതാക്കാൻ അങ്ങേറ്റം ശ്രമിക്കും. നല്ല ഈ മോശപ്പെട്ട ആളുകളും അവൻ പ്രകടിപ്പിച്ച് അങ്ങനെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിക്കുന്ന ഒരു സാഹചര്യം. അസൂയയിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ ഇൻഷാല്ലാഹ് അവസാനം അസൂയ ഇതുപോലുള്ള കാര്യം നമുക്ക് പറയാം, വിശദീകരിച്ച്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആ ഒരു കാര്യം പറയുന്നുണ്ട്. അസൂയ, സിഹർ, അതുപോലെ തന്നെ കണ്ണേറ്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇൻഷാല്ലാഹ് സൂറത്തു അന്നാസിന്റെയും തഫ്സീറിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത് പറയാം. അപ്പോൾ ഇതാണ് സൂറത്തുൽ ഫലഖ്. സൂറത്തുൽ ഫലഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഫലഖ്, അതായത് റബ്ബുൽ ഫലഖിനോട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, കാവൽ തേടുകയാണ് ഈ വിധ ഷർറുകളിൽ നിന്നൊക്കെ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു പഠിച്ചതിന്റെ ഒക്കെ ഷർറ്. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, രാത്രിയുടെ ഷർറിൽ നിന്ന്. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, സാഹിര്യങ്ങളുടെ ഷർറിൽ നിന്ന്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ, അസൂയക്കാരുടെ ഷർറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ തേടാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇനി അടുത്ത സൂറത്ത് സൂറത്തുൻ നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം അല്ലാഹുവിന്റെ ഇസ്മുകൾ ഒക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം പിശാചിന്റെ ഷർറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ തേടാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ പറഞ്ഞു എപ്പോഴും എല്ലാ ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്ത് റുഖിയ ചെയ്യുന്നുണ്ട്. എന്താണ് അതിനുള്ള കാരണം? കാരണം ഈ സൂറത്തിൽ പിശാചിന്റെ ഷർറിൽ നിന്നും അതുപോലെ തന്നെ കഴിഞ്ഞ സൂറത്ത് സാഹിര്യങ്ങളുടെ ഷർറും അതുപോലുള്ള എല്ലാവിധ ഷർറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി, നമ്മൾക്ക് കാവൽ നൽകാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള സബബായി കൊണ്ട് നമ്മെ കൽപ്പിച്ചൊരു കാര്യമാണ് അല്ലാഹുവിനോട് കാവൽ തേടുക എന്നത്. ഈ സൂറത്തിൽ അൽ-ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ കാര്യം നമുക്ക് വായിക്കാം. ഹാദിഹി സൂറ മുസ്തമിലത്തുൻ അലൽ ഇസ്തിആദതി ബിറബ്ബിൻ നാസ്. ഈ സൂറത്തിലുള്ളത് എന്താണ്? ജനങ്ങളുടെ ഒക്കെ റബ്ബായ അള്ളാഹുവിനോട് കാവൽ തേടാൻ വേണ്ടിയാണ് ഈ സൂറത്തുള്ളത്. മാലിക്കിഹിം, റബ്ബുൻ നാസ് മാത്രമല്ല മാലിക്കും കൂടിയാണ്. നമുക്കറിയാം റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നോക്കി നടത്തുക എന്നാണ് അറബിയിൽ പറയുക, തർബിയത്ത്, വളർത്തുക. എല്ലാ റബ്ബും മാലിക്കാകണം എന്നില്ല, മറിച്ച് ഈ സൂറത്തിൽ അള്ളാഹു പറയുകയാണ് റബ്ബുൻ നാസ് ആണ്, ജനങ്ങളുടെ ഒക്കെ റബ്ബാണ്, പോരാ മാലിക്കും കൂടിയാണ്. അതിൻ്റെയൊക്കെ മാലിക്കും കൂടിയാണ്. നമുക്ക് തർബിയത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോറ്റി വളർത്തുക എന്നൊരർത്ഥമാണ്. എന്നാൽ മാലിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉടമസ്ഥ, അതിനേക്കാളും അബലകാണ്, അതിനേക്കാളും കുറച്ച് വിശാലമായ അർത്ഥമാണ്. മാലിക്കുൻ നാസ്, മലിക്കിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്. പിന്നെന്താണ്? ഇലാഹിൻ നാസ്, മലിക്കു മാത്രമല്ല ജനങ്ങളൊക്കെ ആരാധ്യനും കൂടിയായ വ ഇലാഹിഹിം. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് മാലിക്കും റബ്ബും ഇലാഹുമായ, അപ്പോൾ ഓരോ ആയത്തും അതിന്റെ വെറുതെ പറഞ്ഞതല്ല, അതിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള റബ്ബ് അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. ആരിൽ നിന്ന്? മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന്. അല്ലദീ, എങ്ങനെയുള്ള പിശാച്?
ഹുവ അസ്ലു ശുറൂരി കുല്ലിഹാ വമാദ്ദതിഹാ. ആ പിശാചാകുന്നു എല്ലാവിധ ഷർറിന്റെയും അടിസ്ഥാനം, എല്ലാവിധ ഷർറിന്റെയും അടിസ്ഥാനം. അല്ലദീ മിൻ ഫിത്നതിഹി വശർരിഹി അന്നഹു യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ആ പിശാചിന്റെ ഷർറിൽ പെട്ടതാണ് എന്ത് ചെയ്യും? പിശാച് ജനങ്ങളുടെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കി കൊടുക്കും. എന്താ വസ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന അറിയോ? ഫയുഹസ്സിൻ ലഹും ശർ. പിശാച് എന്ത് ചെയ്യും? ഷർറായ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിൽ പ്രേരണ കൊടുക്കും. വയുരീഹിം ഇയ്യാഹു ഫീ സൂറത്തിൻ ഹസന. അതെന്ത് ചെയ്യും? നല്ല രൂപത്തിൽ നന്നാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. വയുനശ്യതു ഇറാദതഹും ലിഫിഅലിഹി. ആ ഒരു കാര്യം, മോശമായ കാര്യം, അത് നന്നാക്കി കാണിച്ചു കൊടുക്കുകയും അത് ചെയ്യാനുള്ള പ്രേരണയും പ്രോത്സാഹവും ഒക്കെ പിശാച് നൽകിക്കൊണ്ടിരിക്കും. വയുസബ്ബിതുഹും അനിൽ ഖൈർ. അങ്ങനെ നന്മയിൽ നിന്ന് അങ്ങേയറ്റം അകറ്റും. വയുരീഹിം ഇയ്യാഹു ഫീ സൂറത്തിൻ ഗൈരി സൂറത്തിഹി. അപ്പോൾ ആ നന്മയായ കാര്യം മോശമായ രൂപത്തിലൊക്കെ കാണിച്ചു കൊടുക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇന്ന് മസ്ജിദുകളിൽ ആളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒക്കെ നന്മയിലേക്ക് എത്തിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ ആളുകൾ കുറവാണ്. എന്നാൽ ഒരു മത്സരം, ഒരു ഫുട്ബോൾ മത്സരം, അല്ലെങ്കിൽ നാട്ടിലൊക്കെ അറിയപ്പെട്ട വേറെ എന്താകട്ടെ അങ്ങാടികളിൽ എടുത്തു നോക്കിയ ആളുകളൊക്കെ അത്രയും ഉണ്ട്. കാരണം പിശാചിന്റെ വസ്വാസം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇന്ന ശൈത്താന ലക്കും അദു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അത്തഖിദൂഹു അദുവ. നിങ്ങളെ പിശാചിനെ ശരിയായ ശത്രുവായിക്കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിശാച് നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കുന്ന രൂപത്തിലൊക്കെ ശ്രമിക്കും. കാരണം എന്താണ്? അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും. നിങ്ങൾക്ക് പിശാചിനെ കാണാൻ പറ്റുകയില്ല, പക്ഷേ എന്നാൽ പിശാച് നിങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗഫ്ലത്തിലാകുന്ന ഒരു സാഹചര്യം കാത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അശ്രദ്ധയിലാകുന്ന സാഹചര്യം കാത്തുകൊണ്ടിരിക്കുകയാണ് ഈ പിശാച്. അപ്പോൾ നാം ഏത് സാഹചര്യത്തിലാണ് അശ്രദ്ധയിലാകുന്നത്, ആ ഒരു സാഹചര്യത്തിൽ കയറി പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിശാച്. നമ്മൾ അങ്ങനെ ആയിക്കൂടാ. അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കണം നാം എപ്പോഴും ഉണ്ടാകേണ്ടത്. ആ പിശാച് ചെയ്യുന്ന ഒരു കാര്യമാണ് വഹുവ ദായിമൻ ബിഹാദിഹിൽ ഹാൽ. ഈ ഒരു അവസ്ഥയിലാണ് എപ്പോഴും ثم يقنس أي يتأخر عن الوسوسة إذا ذكر العبد ربه. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരി അൽ വസ്വാസിൽ ഖന്നാസ്. അൽ വസ്വാസ് അൽ ഖന്നാസ് ആയ പിശാചിന്റെ ശർറിൽ നിന്ന് കാവൽ തേടണം. അൽ വസ്വാസ് എന്ന് പറഞ്ഞാൽ അൽ മുവസ്വിസ്, വസ്വാസ് ഉണ്ടാക്കുന്നവൻ. വസ്വാസ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷ അൽ മുവസ്വിസ് എന്ന് പറയും, അതായത് വസ്വാസ് ഉണ്ടാക്കുന്നവൻ എന്നാണ് അർത്ഥം. അൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇദാ ദക്കർ, അതാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇദാ ദക്കറ അൽ അബ്ദു റബ്ബഹു വസ്തആന ബിഹി അലാ ദഫഇഹി യഖ്നുസ്. പിശാച് ഒരടിമ അല്ലാഹുവിനെ ഓർത്താൽ, ദിക്ർ ചെയ്താൽ, ഈ പിശാചിന്റെ ശർറിൽ നിന്ന് കാവൽ തേടിയാൽ യഖ്നുസ്, ആ പിശാചിന്റെയും പിന്തിരിഞ്ഞോടും, പിന്നെ അവന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അൽ വസ്വാസ് അൽ ഖന്നാസ്. അൽ വസ്വാസ് എന്ന വാക്ക് എന്താണ്? മുവസ്വിസ്, വസ്വാസ് ഉണ്ടാക്കുന്നവൻ. അൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോകുന്നവൻ, അല്ലെങ്കിൽ മറ്റൊരു മുഫസ്സിരിങ്ങൾ പറഞ്ഞതായി കാണാം പിന്തിരിപ്പനായ വസ്വാസ് എന്നും പിശാച് എന്നും പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാം. യതഅഖറു അനിൽ വസ്വസ, ഈ വസ്വാസ് ഉണ്ടാക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. ഇദാ ദക്കറൽ അബ്ദു റബ്ബഹു വസ്തആന ബിഹി അലാ ദഫഇഹി. ആ പിശാചിന്റെ ശർറിൽ നിന്ന് കാവൽ തേടിയാൽ പിശാചിന്റെയും പിന്തിരിഞ്ഞു പോകുന്നതാണ്. ഫയംബഗി ലഹു അൻ യസ്തഈന വയസ്തഈദ വയഅതസിമ ബിറുബൂബിയത്തില്ലാഹി ലിന്നാസ് കുല്ലിഹിം. അതുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഓരോ അടിമയും അല്ലാഹുവിനോട് ഈ പിശാചിന്റെ ശർറിൽ നിന്ന് കാവൽ തേടേണ്ടതുണ്ട്. വഅന്നൽ ഖൽഖ കുല്ലഹും ദാഖിലൂന തഹ്ത റുബൂബിയത്തി വൽ മുൽക്ക്. ഈ എല്ലാവിധ പടപ്പുകളും അല്ലാഹുവിന്റെ ആധിപത്യത്തിന് താഴെയാണ്, അല്ലാഹുവിന്റെ റുബൂബിയത്തിന് താഴെയാണ്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഫകുല്ലു ദാബത്തിൻ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, എല്ലാ മൃഗങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മൂർധാവ് പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹുവിന്റെ കയ്യിലാണ് എല്ലാ കാര്യവും. ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് അല്ലാഹുവിനോട് കാവൽ തേടുകയാണെങ്കിൽ ഈ നിസാരമായ പിശാചിനെ പോലും, പിശാചിന്റെ ശർറിൽ നിന്ന് പോലും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. വബി ഉലൂഹിയതിഹി അല്ലതി ഖലഖഹും ലിഅജ്ലിഹിം. അപ്പോൾ എന്തുകൊണ്ടാണ് റുബൂബിയത്തും ഉലൂഹിയത്തും കൊണ്ട്? അപ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റുബൂബിയത്ത് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. തൗഹീദ് റുബൂബിയ എന്താണ്, ഉലൂഹിയത്ത് എന്താണ്? ഉലൂഹിയത്ത് കൊണ്ട് എങ്ങനെയാണ് ഇവിടെ അല്ലാഹുവിനോട് തേടുന്നത്? അതെ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. അപ്പോൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ആ റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യാണ്? അല്ലാഹുവിനോട് ചോദിക്കുക. ഫലാ തസിമു ലഹും ഇല്ലാ ബിദഫഇ ശർരി അദുവിഹിം അല്ലദി യുരീദു അൻ യഖ്തതിഅഹും അൻഹു വയുഹവ്വിൽ ബൈനഹും വബൈനഹാ വയുരീദു അൻ യജഅലഹും മിൻ ഹിസ്ബിഹി ലിയകൂനു മിൻ അസ്ഹാബിസ് സഈദ്.
അങ്ങനെ പിശാചിന്റെ സ്വന്തക്കാരാകാൻ വേണ്ടി, നരകക്കാരാകാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിക്കുന്ന പിശാച് ഒരടിമ അള്ളാഹുവിനെ ഓർത്ത് കഴിഞ്ഞാൽ അവൻ പിന്തിരിഞ്ഞു പോകുന്നതാണ്. ഈ പിശാചുക്കൾ എന്ത് ചെയ്യും? മനുഷ്യന്മാരിൽ ഉണ്ടാകുന്നത് പോലെ, ജിന്നുകളിൽ ഉണ്ടാകുന്നത് പോലെ മനുഷ്യന്മാരിലും ഉണ്ടാകും. അതാണ് അള്ളാഹു പറഞ്ഞത്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. ജിന്നുകളിൽ നിന്നും അതുപോലെയുള്ള മനുഷ്യരിൽ നിന്നുള്ളൊക്കെ പിശാചിന്റെ ഷർറുകൾ, മനുഷ്യ പിശാചുമുണ്ട്, ജിന്നുകളിൽപ്പെട്ട പിശാചുമുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മനുഷ്യന്മാരിൽ ചിലപ്പോൾ ഖൈറിൽ നിന്ന് അകറ്റാൻ വേണ്ടി പല രൂപത്തിലും പല ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ അത് മനുഷ്യ പിശാചാണ് എന്ന് മനസ്സിലാക്കി അകലാൻ ശ്രമിക്കുക, അള്ളാഹുവിനോട് കാവൽ തേടുക. അതുപോലെ തന്നെ ജിന്നുകളിൽപ്പെട്ട പിശാചിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടുക. അപ്പോൾ ഈ രണ്ട് സൂറത്തുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം എന്താണ് പിശാചിന്റെ ഷർറിൽ നിന്നും അതുപോലെ സിഹറിന്റെ ഷർറിൽ നിന്നും ഐനിന്റെ ഷർറിൽ നിന്നും ഹസദിന്റെ ഷർറിൽ നിന്നും ഒക്കെ അസൂയയുടെ ഷർറിൽ നിന്നും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നാം കാവൽ തേടുകയാണ്. നമുക്കറിയാം ദുനിയാവിൽ ഉണ്ടാകുന്ന ഷർറുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഷർറുകളാണ് ഈ പറഞ്ഞ ഷർറുകളൊക്കെ. സിഹർ, അതുപോലെ തന്നെ ഐന്, കണ്ണേറ്, മാരണം, അസൂയ, ഇതൊക്കെ ഇതിനെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന പല ആളുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു 10 കാര്യം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു 10 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബ് ബദായിഉൽ ഫവായിദിൽ പറഞ്ഞൊരു കാര്യമാണ്. അതിൽ ഒന്നാമത്തത് പിശാചിന്റെ ഷർറിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്, അല്ലെങ്കിൽ അസൂയയിൽ നിന്ന് അല്ലെങ്കിൽ സിഹറിൽ നിന്നൊക്കെ നമുക്ക് സഹായം ലഭിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. എന്താണ്? അവ്വൽ അസ്ബാബി അത്തഅബ്ദു ബില്ലാഹ്, അല്ലാഹുവിനോട് അങ്ങേയറ്റം കാവൽ തേടുക എന്നുള്ളതാണ്. അതാണ് ഈ സൂറത്തിൽ പറഞ്ഞത്. എന്ത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അപ്പോൾ ഈ സൂറത്തിന്റെ അർത്ഥമായ സൂറത്തുൽ ഫലഖിന്റെയും സൂറത്തുൽ നാസിന്റെയും അർത്ഥമായ ഈ ഒരു കാര്യം നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു എല്ലാവിധ ഷർറിൽ നിന്നും അള്ളാഹു എന്നെ കാത്തു രക്ഷിക്കണേ, എന്നെ സംരക്ഷിക്കണേ എന്നൊരു ദുആ, എന്നൊരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ കൽബിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം അസ്സബബുസ്താനി, രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ സിഹറിൽ നിന്നും മാരണത്തിൽ നിന്നും അസൂയയിൽ നിന്നും കണ്ണേറിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ഒരു അടിമ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുന്നതാണ്. അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം കൂടിയാണ് തഖ്വ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, മുൻകഴിഞ്ഞ ഊതുൽ കിതാബ്, കിതാബ് ലഭിച്ച സമുദായത്തിനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് കൊടുക്കുകയാണ്. എന്താണ്? അൻതഖുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. എന്താണ് സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്? അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ഏത് രൂപത്തിൽ, വതഹദറ മാ തറ, ഒരു മുള്ളുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ ഏത് രൂപത്തിൽ നാം ശ്രദ്ധിച്ച് നടക്കുമോ അത്രയും ആ രൂപത്തിലായിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഹറാമിൽ പെടാതിരിക്കാൻ വേണ്ടി നാം ജീവിക്കേണ്ടത്. ഖീഫത ഇഖാബില്ല, ഹറാമിൽ പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ശിക്ഷ ഭയന്നുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അള്ളാഹുവിനെ ആര് സൂക്ഷിച്ചോ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അള്ളാഹു അവന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ നിനക്ക് നിന്റെ മുമ്പിൽ കാണാം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ പ്രയാസ ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കും. നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. ഏതൊരു ശർറ് ബാധിക്കുന്നതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും എന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറിയ സഹാബിയാണ്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യ ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ് എന്നൊരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യമാണ് അസ്സബ്റു അലാ അദുവ്വി, നമുക്ക് ഈ പ്രയാസം ഉണ്ടാക്കി എന്നറിയും നമ്മൾ ശത്രുക്കൾ ഉണ്ടാവും, അവരുടെ വിഷയത്തിൽ നാം ക്ഷമിക്കുക എന്നുള്ളത്. നമ്മൾ ഒരിക്കലും അവരുടെ വിഷയത്തിൽ വ്യാപൃതമായിക്കൊണ്ട് നമ്മുടെ സമയം ചെലവഴിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലി, ഈ മോശമായ കുതന്ത്രം ആരിൽ നിന്നാണ് ഉണ്ടായത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്, അവർക്ക് തന്നെ അത് ഭവിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ
ഇതാരിൽ നിന്നാണ് ഉണ്ടായത്, അവർക്ക് തന്നെ അതിന്റെ ഷർറ് ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെങ്കിൽ നമ്മളത് വെറുതെ ചിന്തിച്ചുകൊണ്ട് അവരുടെ വിഷയം ആലോചിച്ചുകൊണ്ട് നമ്മുടെ സമയം കളയേണ്ടതില്ല. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, മാ നുസിറ അലാ ഹാസിദിഹി വഅദുബിഹി ബിമിസ്ലി الصبر عليه والتوكل على الله. ഒരിക്കലും ആരും തന്നെ അസൂയക്കാരിൽ നിന്നോ അതുപോലെ അവരുടെ ഷർറിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടില്ല അവരുടെ വിഷയത്തെ ക്ഷമിച്ചുകൊണ്ടല്ലാതെ. ക്ഷമിക്കുക, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. എല്ലാവിധ ഷർറിൽ നിന്നും ഒക്കെ നമ്മെ കാത്തു രക്ഷിക്കും. ഇപ്പോൾ പിശാചിന്റെ അതുപോലെ തന്നെ സിഹറിന്റെ കണ്ണേറ് ഇതുപോലുള്ള കാര്യം, അസൂയ, ഇതിന്റെയൊക്കെ ഷർറിൽ നിന്ന് രക്ഷ നേടാനുള്ള 10 കാര്യങ്ങളിൽപ്പെട്ട ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം 4ാമതായിക്കൊണ്ട് പറയുകയാണ് അത്തവക്കുൽ അലല്ലാഹ്. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാന്നുള്ളത്, അല്ലാഹുവിൽ കാര്യം ഏൽപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പറഞ്ഞതുപോലെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അല്ലാഹു മതിയായതല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. അല്ലാഹു പറഞ്ഞു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരാണോ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തത് അവനത് മതിയാകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മളെ ഈ ബാധിച്ച ഷർറിൽ നിന്ന് അതിന് കൂടുതൽ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് കാര്യമില്ല, മറിച്ച് അല്ലാഹുവിലേക്ക് കാര്യം വിട്ടുകൊടുക്കുക. അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്താൽ അവൻ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ ചില സാഹചര്യങ്ങളിൽ ചില വീട്ടുകളിൽ ചില ആളുകളിലൊക്കെ വിഷയത്തിൽ പോകുമ്പോൾ അവിടെ ഭയപ്പെട്ടുകൊണ്ട് പോകുന്നതായി കാണാം. അങ്ങനെ എപ്പോഴും പേടി, ഇന്നയാൾ സിഹർ ചെയ്യോ എന്ന രൂപത്തിൽ അങ്ങനെ പേടിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കുന്ന ആളുകൾ കാണാം. അവരോട് പറയാനുള്ളതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് മാത്രമേ ദുനിയാവിൽ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പെട്ടത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസം നമ്മുടെ ഖൽബിൽ ഉണ്ടായാൽ ഒരിക്കലും നമുക്ക് ആ ഒരു പ്രയാസം ഉണ്ടാകുന്നതല്ല. അപ്പോൾ എപ്പോഴും അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ടേയിരിക്കുക. 5ാമത്തെ കാര്യമായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ് ഫറാഗുൽ ഖൽബി മിനൽ ഇൻശിഗാലി ബിമൻ അസാബ. ആരാണ് ഇതൊക്കെ ഇതിന് കാരണക്കാരനായ ആരാണ് എന്നതിന് പിറകെ പോകാതിരിക്കുക. ചില ആളുകൾ വല്ല കണ്ണേറോ അല്ലെങ്കിൽ സിഹറോ ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ചികിത്സ നടത്തുന്നതിന് പുറമെ ഇത് ഇന്നയാളായിരിക്കും ചെയ്തത്, ഇതന്നയാളായിരിക്കും ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പിറകെ പോകുന്ന ആളുകളെ കാണാം. അതിന് വിശദീകരിച്ചുകൊണ്ട് ശൈഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പറയുകയാണ് കസീറു മിൻ നാസി യസ്ദാദു തഅബു വതത്ബഅഫു ഇല്ലതഹു ബിസബബി ഇൻശിഗാലി ദിഹ്നിഹി വഖൽബിഹി ബിമൻ ഹസദ ഔ അസാബഹു ബിൽ ഐൻ ഔ സിഹർ. ചില ആളുകൾ ഇതിന്റെ പിറകിൽ പോയിക്കൊണ്ട് ഇന്നയാളായിരിക്കും സിഹർ ചെയ്തത്, ഇന്നയാളായിരിക്കും അവന്റെ കണ്ണേറായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന് വീണ്ടും അവന്റെ അസുഖം കൂടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ് ഒരാളുടെ ഹൃദയം ഇതിൽ നിന്നൊക്കെ വിട്ടു നിർത്തിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് സമാധാനം ഉണ്ടാകുന്നതാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. 6ാമത്തെ കാര്യമായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ് അൽ ഇഖ്ബാലു അലല്ലാഹി വൽ ഇനാബതു ഇലൈഹി. അള്ളാഹുലേക്ക് മുന്നിട്ടുകൊണ്ട് എപ്പോഴും ഇബാദത്തിലായിക്കൊണ്ട് മുഴുകി ജീവിക്കുക. എപ്പോഴും റബ്ബ് സുബ്ഹാനഹു വ തആല അവനിലേക്ക് നിസ്കരിച്ചുകൊണ്ടും ഇബാദത്തുകൾ ചെയ്തുകൊണ്ടും അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മുന്നിട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഷർറിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുന്നതാണ്. ഇന്നൽ ഇഖ്ബാല അലല്ലാഹി, ഇഖ്ലാസോടുകൂടി അള്ളാഹുലേക്ക് മുന്നിടുക എന്നുള്ളത് വസർഫൽ മഹബ്ബത്ത് വൽ അമാനി വൽ ഖവാത്തിർ വഇഅ്മാർ അൽ ഖൽബി ബിദാലിക് യുഅ്തബറു മിൻ അഅ്ദമി അൽ അസ്ബാബ് ലിതർദിൽ അംറാദ്. നമ്മുടെ അധിക രോഗങ്ങളും പ്രയാസങ്ങളും നീങ്ങാൻ അള്ളാഹുലേക്ക് മുന്നിടുക ഇഖ്ലാസോടുകൂടി എന്നൊരു കാര്യം മനസ്സിലാക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരു ദിവസം ഖുർആൻ 1ഉം 2ഉം അല്ലെങ്കിൽ കൂടുതൽ ജുസുകൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ, ഇഖ്ലാസോടുകൂടി പാരായണം ചെയ്താൽ ആ ദിവസം നമുക്ക് ഉണ്ടാകുന്ന സമാധാനം എത്രയാണ്. നമ്മൾ പറയും ഇന്ന് രാവിലെ തന്നെ ഖുർആൻ പാരായണം ചെയ്തതുകൊണ്ട് എനിക്ക് നല്ല റാഹത്തുണ്ട് എന്ന് എപ്പോഴും പറയും. പക്ഷേ ആ റാഹത്തുകളൊക്കെ എപ്പോഴാണ് നമ്മിൽ നിന്ന് നഷ്ടമാകുന്നത്? ഇതുപോലുള്ള ഇബാദത്തുകൾ നമ്മിൽ നിന്ന് നഷ്ടമാകുമ്പോൾ ആ ഒരു റാഹത്ത് നമ്മിൽ നിന്ന് നഷ്ടമാവുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഇബാദത്തിൽ മുന്നേറിക്കൊണ്ട് അള്ളാഹുലേക്ക് കൂടുതലായി അടുക്കുക. 7ാമത്തെ കാര്യമായിക്കൊണ്ട് ഇദ്ദേഹം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്
അത്തൗബതു ഇലല്ലാഹി മിൻ ജമീഇ ദുനൂബ്, എല്ലാവിധ പാപങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. നമ്മൾ പലപ്പോഴും പല ആളുകളുടെ സംസാരത്തിൽ നിന്ന് വരികയാണ്, എന്തെങ്കിലും ഒരു പ്രയാസം കണ്ടാൽ പറയും ഇത് കണ്ണേറായിരിക്കും, എന്തെങ്കിലും ഒരു പ്രയാസം കണ്ടാൽ അവൻ പറയും ഇതന്നയാൾ സിഹർ ചെയ്തായിരിക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവൻ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമാണോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് അയ്ദീകും വയഅഫു അൻ കസീർ. ഏതൊരു മുസീബത്ത് ഒരാൾക്ക് ബാധിച്ചിട്ടുണ്ടോ അതിന് കാരണക്കാരൻ അവൻ തന്നെയായിരിക്കും. വയഅഫു അൻ കസീർ, അള്ളാഹു ധാരാളം ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്, വിട്ടുവീഴ്ച ചെയ്യുകയാണ്. എന്നാൽ ചില ആളുകൾക്ക് അവൻ ചെയ്ത പാപങ്ങളുടെ ഫലമായി കൊണ്ട് അവൻ കാണുന്ന ഷർറുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ, തൗബ ചെയ്ത് മടങ്ങുക നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി. എന്താണ് തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. ആദ്യം തന്നെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്നൊക്കെ അങ്ങേയറ്റം ഖേദം. രണ്ടാമതായി ഇനി ഒരിക്കലും ഞാൻ ഈ പാപത്തിലേക്ക് മടങ്ങുകയില്ല എന്നൊരൊറ്റ വിശ്വാസം. അതുപോലെ തന്നെ തമാമൻ, ആ പാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും വിട്ടുനിൽക്കുക ഇഖ്ലാസോടുകൂടി. അപ്പോൾ ഇതൊക്കെയാണ് തൗബ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പറയുകയാണ്, ഒരടിമക്ക് അവന്റെ മേൽ വരുന്നൊരു ശിക്ഷ അതുപോലെയാണ് അവൻ ചെയ്ത പാപങ്ങൾ, അവൻ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ ചെയ്ത പാപങ്ങൾ എന്നുള്ളത്. അപ്പോൾ അവൻ എന്ത് ചെയ്യുക? എപ്പോഴും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ചിലപ്പോൾ നമ്മുടെ കൽബ് കൊണ്ടായിരിക്കും, ഞാനും തിരക്കേടില്ല, ഞാൻ നല്ല സംഭവമാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ചെറുതായി കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, അത് സത്യം ഒഴിവാക്കലും വഗംതുൻ നാസ്, ജനങ്ങളെ ചെറുതായി കാണലാണ് കിബർ എന്ന് പറഞ്ഞത്, അഹങ്കാരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ചിലപ്പോൾ ഇതിന്റെയൊക്കെ ആസാറായിരിക്കും, ഫലങ്ങളായിരിക്കും നമുക്ക് എന്തുണ്ടാകുക? ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് തൗബ ചെയ്ത് ജീവിക്കണം. ചില ആളുകൾ പറയും, ഞാനൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണ്, ഞാനൊന്നും തിരക്കേടില്ല, ഇപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നെ പാഴാക്കൂല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവനെ മനസ്സിലാക്കുക, ചിലപ്പോൾ അവന്റെ ഈ വിചാരമായിരിക്കും ചിലപ്പോൾ അവനെ ഷർറായി മാറുക. അപ്പോൾ ഇപ്പോഴും എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹുവിനോട് അറിഞ്ഞും അറിയാതും ചെയ്തു പോയ എല്ലാവിധ പാപങ്ങളും അള്ളാഹു എനിക്ക് പുറത്തു നൽകണേ എന്നൊരു കാര്യം അള്ളാഹുവിനോട് എപ്പോഴും തേടുക. എട്ടാമതായി പറയുന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, അസ്സദഖതു വൽ ഇഹ്സാനു ഇലൽ ഖൽഖ്, പടപ്പുകൾക്ക് നന്മ ചെയ്യലും സദഖ ചെയ്യലും. പടപ്പുകൾക്ക് നന്മ ചെയ്യലും സദഖ ചെയ്യലും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മെ ബാധിക്കുന്ന ഷർറ്, സിഹർ, ഐന്, ഹസദ്, അസൂയ, കണ്ണേർ, ഇതൊക്കെ അതിനൊക്കെ രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, أن لها تأثيرا عجيبا في دفع البلاء ودفع العين وشر الحاسد. നമ്മൾ അത്ഭുതകരമായ ഒരു ഫലങ്ങളുണ്ട് ഈ ഒരു സദഖ ചെയ്യുന്നതിൽ നിന്നും, അതുപോലെ തന്നെ അസൂയക്കാരുടെ ഷർറിൽ നിന്നും, അതുപോലെ തന്നെ കണ്ണേറിന്റെ ഷർറിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സദഖ ചെയ്താൽ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. നമ്മൾ സദഖ ചെയ്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സദഖ ഒരിക്കലും സമ്പത്തിൽ നിന്ന് കുറക്കുകയില്ല. അള്ളാഹു പറയുകയാണ്, വല്ലവനും എന്തെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അള്ളാഹുവിന് പകരമായി നൽകുന്നതാണ്. റിസ്ക് നൽകുന്നവൻ ഏറ്റവും ഖൈറായവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒമ്പതാമതായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഒരാൾക്ക് സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ അവനെ സഹായിക്കുന്ന കാര്യങ്ങൾ അൽ ഇഹ്സാനു ഇലൽ ബാഗി വൽ മുഅ്ദി, നമ്മെ അങ്ങേറ്റം പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മോട് അങ്ങേറ്റം വെറുപ്പുള്ള ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക. അതൊരു വലിയൊരു പദവിയാണ്. നമ്മൾ സാധാരണക്കാരോട് നന്മ ചെയ്യുക എന്നതിന് പുറമെ നമ്മെ പരിഹസിക്കുന്ന, നമ്മോട് മോശമായി പെരുമാറുന്ന ആളുകൾ അവർക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ തസ്തവിൽ ഹസനതു വലസ്സിയ്യ, നന്മയും തിന്മയും ഒരുപോലെയല്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ അങ്ങോട്ട് പെരുമാറുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും പരസ്പരം അവർക്കിടയിൽ ശത്രുത ഉണ്ടെങ്കിൽ അവരെന്തായി മാറും? ഏറ്റവും നല്ല മിത്രങ്ങളായി മാറുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത്
എല്ലാവർക്കും സാധിക്കുന്നതല്ല. മറിച്ച് വമാ യുലഖാഹ, അല്ലാഹു പറഞ്ഞതുപോലെ വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, അങ്ങേറ്റം സബറുള്ളവർ, വമാ യുലഖാഹ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം, അല്ലാഹുവിൽ നിന്ന് വമ്പിച്ചൊരു ഓഹരി ലഭിച്ച അത്രയും വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രമേ, അത്രയും വലിയ തൗഫീഖ് ലഭിച്ച ആളുകൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തായിഫുകാരെന്ത് ചെയ്യാൻ പ്രയാസപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തായിഫുകാരെ ആട്ടി ഓടിപ്പിച്ചു. എന്നിട്ട് അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതിന് ശേഷം ജിബ്രീൽ ചോദിക്കുകയാണ്, ഓ നബിയെ, ഈ സമുദായത്തെ നശിപ്പിച്ചു കൊള്ളട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ എൻ്റെ ഖൗമിന് പുറത്തു കൊടുക്കണേ, കാരണം അവർക്ക് ഈ ഒരു കാര്യം അറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവർക്ക് പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറും തേടി, അവർക്ക് ഉദ്ർ കൊടുത്തു. ഇതൊക്കെ ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നമ്മളോട് ഒരാൾ മോശമായി പെരുമാറിയാൽ അവരോട് എന്ത് ചെയ്യുക, നന്മ അങ്ങോട്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മോടുള്ള വെറുപ്പ് കാരണം അവർക്ക് അസൂയ കൂടും, അങ്ങനെ പ്രയാസങ്ങൾ കൂടി കൂടി അത് നമ്മെ പോലും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നാം നല്ല രൂപത്തിൽ തീരേണ്ടതുണ്ട്. അവസാനമായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, എല്ലാവിധ ഷർറുകളിൽ നിന്നും, സിഹറിന്റെയും കണ്ണേറിന്റെയും ഒക്കെ ഷർറിൽ നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തജ്രീദു തൗഹീദ് ലില്ലാഹ്, തൗഹീദ് അല്ലാഹുവിനെ മാത്രം, ഇബാദത്തുകളൊക്കെ അല്ലാഹുവിന് മാത്രം കൊടുത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. ഫൽവാജിബു അൽ മുസ്ലിമി അൻ യുജർരിദ തൗഹീദ ലിൽ മഅബൂദ് വഹുവ അൽ മുഖദ്ദിറു ലിജമീഇൽ ഉമൂർ. കാരണം എല്ലാത്തിനും സാധിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലേ, അല്ലാഹു പറഞ്ഞല്ലോ, വയ്യംസസ്കല്ലാഹു ബിദുർരിൻ, ഒരു ഉപദ്രവം ബാധിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അല്ലാഹു മാത്രമേ അത് ഇല്ലാതാക്കാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് ജാറത്തിലേക്കോ ഏത് മക്ബറിലേക്കോ ഏത് തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർക്കൊന്നും സാധിക്കാത്ത കാര്യമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. ഈ ഒരു ബോധം അവന്റെ ഖൽബിൽ ഉണ്ടാകണം, അത് ഉറപ്പിച്ചു വെക്കണം. എന്നാൽ മാത്രമേ ഈ ദുനിയാവിലും പരലോകത്തുമൊക്കെ ബാധിക്കുന്ന ശർറിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം ലഭിക്കുകയുള്ളൂ. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈ, ഉമ്മത്തിലെ എല്ലാവരും നിനക്കൊരു ഉപകാരം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹു വിധിച്ചൊരു കാര്യം മാത്രമേ നിനക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ഉമ്മത്തിൽപ്പെട്ട ആളുകളൊക്കെ നിന്നെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയാലും പക്ഷെ അല്ലാഹു അത് വിധിച്ചിട്ടില്ലെങ്കിൽ നിനക്കത് ലഭിക്കുന്നതല്ല. എന്നാൽ ആളുകളൊക്കെ നിന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാലും വലം ഇസ്തമഉ അലാ യദുറുക ബിശൈ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു വിധിച്ചത് മാത്രമേ അവർ നിനക്ക് പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചാലും നടക്കുകയുള്ളൂ. ഈ ഒരു കാര്യം നമ്മുടെ ഖൽബിൽ ഉറപ്പിച്ചു വെക്കണം. ആളുകളൊക്കെ നമ്മുടെ വിഷയത്തിൽ എന്ത് പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ വിധിച്ചിട്ടുണ്ട്. ഖദറിലുള്ള വിശ്വാസം നമ്മുടെ ഖൽബിൽ ഉറപ്പിച്ചു നിർത്തണം. റുഫിഅത്തിൽ അഖ്ലാം വജഫത്ത് സുഹഫ്, ഇസ്രായേൽ പറഞ്ഞു, പേനകൾ ഉയർത്തപ്പെട്ടു, അതുപോലെ തന്നെ ഏടുകളൊക്കെ ഉണങ്ങി. അതായത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യമാണ് എന്നൊരു കാര്യം നാം മനസ്സിലാക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് എപ്പോഴും ഈ വിധ ഷർറുകളിൽ നിന്നൊക്കെ കാവൽ തേടാനുള്ളത്. ഈ പറഞ്ഞ ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ടും ഇതിനെ സഹായിക്കുന്ന പ്രാർത്ഥനകളാണ് ആയത്തുൽ കുർസി എന്നുള്ളത്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള ആയത്തുൽ കുർസി, ഈ പറഞ്ഞ മുഅവ്വിദാത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു അൽ ഫലഖ്, സൂറത്തു അന്നാസ്, അതുപോലെ തന്നെ വീടുകളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ രാത്രികളിൽ ആമന റസൂൽ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥന എന്ന ദിക്ർ ഒരാൾ 100 തവണ ചൊല്ലിയാൽ കാനത് ലഹു ഇദ്ല അശ്റ റിഖാബ്, 10 അടിമയെ മോചിപ്പിച്ചതുപോലെ, വകുതിബ ലഹു 100 ഹസന, 100 നന്മയും, വമുഹിയത് അൻഹു 100 സയ്യ, 100 തിന്മയും ഇല്ലാതാകും, 100 നന്മ ലഭിക്കുകയും 100 തിന്മ ഇല്ലാതാവുകയും ചെയ്യും. വകാനത് ലഹു ഹിർസ മിന ശൈത്താൻ യൗമഹു അല്ലദി ഹത്താ യുംസി, അവൻ ഏത് ദിവസമാണോ ഈ ദിക്ർ ചൊല്ലിയത് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള സംരക്ഷണം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെയാണ് നബി പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനകൾ, അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനി വഹാമ മിൻ കുല്ലി ഐനിൻ ലാമ്മ. അതുപോലെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ ചൊല്ലൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ ചൊല്ല. അതുപോലെ തന്നെ ബാങ്ക് കേട്ടാൽ പിശാച് ഓടിപ്പോകുന്നതാണ്. അള്ളാഹുവിനെ ധാരാളം ഓർത്തു കഴിഞ്ഞാൽ പിശാച് ഓടിപ്പോകുന്നതാണ്. ഈ ഒരു കാര്യമൊക്കെ
നാം ശ്രദ്ധിക്കുക. അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. നമസ്കാരം അത് നമ്മുടെ ജീവിതത്തിൽ മുറപ്രകാരം നിർവഹിക്കുക. അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ട് ഖൽബ് അള്ളാഹുവിൽ ഉറപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതാണ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما واصلح لنا إلهنا شأننا كله فلا تكلنا إلى أنفسنا طرفة عين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم ونعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. وصلى اللهم على نبينا محمد وعلى آله وصحبه أجمعين. ഇതോടുകൂടി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് ഖിസാർ മുഫസ്സൽ ചെറിയ സൂറത്തുകൾ ഓരോ മുസ്ലിമും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ചെറിയ സൂറത്തുകളുടെ അർത്ഥം സൂറത്തുൽ ദുഹാ മുതൽ സൂറത്തുൻ നാസ് വരെ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിച്ചു. വലില്ലാഹിൽ ഹംദു വൽ മിന്ന. ഹദാ വല്ലാഹു തആല അഅല വഅലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറൻ.